ഭയങ്കര ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പൈനാപ്പിൾ പുഡിംഗ് ആണ് കേട്ടോ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ലെയറിലേക്ക് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. സൈഡ് പാർട്ടൊക്കെ ഒരു ബ്രൗൺ പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഏത് ട്രേയിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ട്രേയിലേക്ക് നമുക്കൊന്ന് നിരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് കൊടുക്കുന്ന ടൈമിലുണ്ടല്ലോ നമ്മൾ 2 പീസ് ചേർത്ത് വേണം കേട്ടോ ഒന്ന് ലെയർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് നല്ലപോലെ നനച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലെടുത്തിട്ടുണ്ട്. തിളപ്പിച്ചാറിയ പാലല്ലെങ്കിൽ പാക്കറ്റ് പാലെടുക്കാം. ഒരു 1/4 കപ്പ് അളവിൽ പാലിലേക്ക് നമുക്ക് 1/2 കപ്പോളം കണ്ടൻസർ മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് 1/2 കപ്പോളം കണ്ടൻസർ മിൽക്ക് എടുത്തിട്ടുള്ളത്. പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ 1/4 കപ്പൊക്കെ ചേർത്താൽ മതി കേട്ടോ. നമ്മുടെ മധുരം പോലെ സെറ്റ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിതൊന്ന് ആ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ആ ഒരു ബ്രെഡ് ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഈ ഒരു പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്കുള്ള ഒരു ലെയറാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നമ്മൾ പൈനാപ്പിളിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കപ്പളവ് പറയുകയാണെങ്കിൽ ഒരു 1.25 കപ്പ് അളവിൽ 250 ml കപ്പിൽ 1.25 കപ്പോളം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് മധുരത്തിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരം പോലെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ മൂടി വയ്ക്കുകയൊന്നും വേണ്ട, നമുക്കിതുപോലെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ആ ഒരു പൈനാപ്പിളിൽ നിന്നുള്ള ആ ഒരു വെള്ളവും പിന്നെ ഒരു പഞ്ചസാര മെൽറ്റായിട്ടുള്ള ആ ഒരു വെള്ളവും കൂടി ചേർന്നിട്ട് ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് വെന്ത് ഡ്രൈ ആയി വരുന്ന സമയത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചൂടൊന്ന് മാറി കിട്ടണം കേട്ടോ. നല്ല ചൂടിൽ നമ്മൾ ബ്രെഡിൻ്റെ മുകളിലേക്ക് കൊടുക്കണ്ട. അത് ചെറുതായിട്ടും ചൂട് മാറി വരുന്ന സമയത്ത് നമുക്ക് ഒരു ലെയറായിട്ടത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒരു ബ്രെഡിൻ്റെ ടോപ്പിലേക്ക്. അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ നമ്മൾ ഫ്രഷ് ക്രീമിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. 250 ml അളവിലാണ് ക്രീം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് കണ്ടൻസർ മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മധുരം പോലെ സെറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിതിലേക്ക് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു സൈഡ് പാർട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഒരു 4 സ്ലൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കൂടി തന്നെ നമ്മളൊരു കോൺഫ്ലവറിൻ്റെ മിക്സും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പ് പാലിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം മീഡിയം ഫ്ലെയിമിലേക്ക് കൊടുത്തിട്ട് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ. ബ്രെഡും കോൺഫ്ലവറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങ് ചുഴൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കിത് ഒത്തിരി ആ ഒരു ബ്രെഡ് നല്ലപോലെ മിക്സായി കിട്ടണമെന്നില്ല കേട്ടോ. ഈ ഒരു മിക്സ് ഒന്ന് തിളച്ചത് ഇതുപോലെ ബബിൾസ് വരുന്ന ടൈമിൽ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നല്ലപോലെ ചൂട് മാറണമെന്നില്ല, ഒരു ചെറിയ ചൂടിൽ നമ്മൾ മിക്സിയിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടിൽ ചേർത്ത് കൊടുക്കല്ലേ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ഇതൊന്ന് ആ ഒരു ലൂസായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇനി നമ്മൾ പുറത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ. ഒരു അരമണിക്കൂർ ടൈമൊക്കെ പുറത്തിരിക്കുമ്പോൾ നല്ലപോലെ അടിച്ചുടക്കെ ഒന്ന് മാറിയിട്ട് ടോപ്പൊന്ന് കുറച്ചൊന്ന് സെറ്റായിട്ട് കിട്ടും. ആ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തുള്ള ഒരു പൈനാപ്പിളിൽ നിന്ന് കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് മാതള നാരങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടം പോലെ ഗാർണിഷ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇതുപോലെ ഒന്ന് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ നല്ലപോലെ തണുപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു 4-5 മണിക്കൂറെങ്കിലും നമ്മൾ നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള പുഡിംഗ് ആണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആ ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു മിക്സും പിന്നെ ആ ഒരു ബ്രെഡ് നല്ലപോലെ നമ്മൾ ആ ഒരു മിൽക്ക് മെയ്ഡിലൊക്കെ നന്നായിട്ട് ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ക്രീമും കൂടി ആകുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ടോപ്പിലേക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കണ്ടൻസർ മിൽക്കൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം. അപ്പം മറ്റേ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്